எல்லாருக்கும் வணக்கம். நான் வந்துட்டு தமிழ், மலையாളത്തിലും എല്ലാം ബേസ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ മലയാളം തമിഴ് മിക്സും ഒപ്പമാണ്. മനസ്സിലായോ? അതെന്താ അങ്ങനെ ഉണ്ടെന്ന് വെച്ചൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് തന്നെയല്ലേ തമിഴ്നാട്. ട്രെയിൻ പോകുന്നു, വോയിസ് വരുന്നത്. ശരി, അത് പോയി കഴിഞ്ഞിട്ട് വന്നാൽ ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ പറയുന്നത്. ഫ്രെയിം കറക്റ്റ് ആണോ, ബാക്ക്ഗ്രൗണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആണോ, ഈ ഫ്രെയിം കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ പൊളിക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് നമുക്കറിയാത്തതും അറിയാവുന്നതുമായിട്ടുള്ള സോഷ്യൽ മീഡിയ ആപ്പുണ്ട്. നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് അൺവാണ്ടഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റും ആ ആപ്ലിക്കേഷനിൽ. ആ ആപ്പിൽ ഒരുപാട് ആൾക്കാർ വരാതെ നമുക്ക് ആ ആപ്പിലേക്ക് കയറിയിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ സംസാരിക്കാം. മലയാളികളോടും തമിഴരോടും ഹിന്ദിക്കാരോടും. ഹിന്ദി നെയ്യും മാലുകെ. ஆனால் തമിഴ് കൊഞ്ചം തരും, മലയാളം നല്ലപോലെ തരും. എനിക്ക് മലയാളിയാണല്ലോ, അതുകൊണ്ട് നമുക്ക് സംസാരിച്ച് നോക്കാം എന്താകും അതിൻ്റെ ഒരു റിയാക്ഷൻ. നമുക്ക് എത്രമാത്രം ഫണ്ണാക്കാൻ പറ്റും, എന്റർടൈൻമെന്റ് ആക്കാൻ പറ്റും, ഓരോരുത്തരുടെ ലൈഫ് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്കറിയാം. വെറുതെ ബോറടിച്ചിരിക്കുന്നത് കാണാൻ പറ്റിയ പരിപാടിയാണ് എൻ്റെ പരിപാടി. എന്തായാലും നമുക്ക് നോക്കില്ലേ, നമ്മൾ ആ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ നമ്മുടെ റിയൽ നെയിമോ നമ്മുടെ റിയൽ ഐഡന്റിറ്റിയോ ഒന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേര് ക്രിയേറ്റ് ചെയ്യാൻ. പാച്ച് എനിക്ക് ചേരുന്നില്ലേ ആ പേര്? എനിക്കറിയാം എനിക്കത് ചേരും, എനിക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ പാച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് പോകുന്നത്. ഇനി ആ ആപ്ലിക്കേഷനിൽ പോയിട്ട് ആൾക്കാർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് വർത്താനം പറയുന്നത്, അവരുടെ റിയാക്ഷൻ എങ്ങനെ, എപ്പടി, അതെല്ലാം നമുക്ക് പാക്കലാമാ. ഓക്കെ, ശരി. നമുക്ക് ആദ്യം തന്നെ ഓയോ എന്ന് പറഞ്ഞിട്ടുള്ള, സോറി ഓയോ അല്ല, യോയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് പരിചയപ്പെടാം. ഓയോ അല്ല കേട്ടോ, യോയോ. വയ്യോ വയ്യോ, ഞാൻ കാണിച്ചുതരാം. അയ്യോ അയ്യേ, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ട്? എനിക്ക് കാണാൻ പറ്റുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ബ്ലറാണോ? എനിക്കറിയാൻ വയ്യ, കാണുന്നുണ്ടോ? കണ്ടാലും ചെയ്യാൻ പറ്റാ സ്ക്രീൻഷോട്ടിൽ കാണാം. ഇതാണ് ഈ ആപ്ലിക്കേഷൻ. ലോക്ക് നൽകുമ്പോൾ ഈ ഒരു സംഭവമാണ് വരുന്നത്, ഗ്രൂപ്പും കാര്യങ്ങളും. നമുക്ക് ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കയറി നോക്കാം. അടുത്ത ഗ്രൂപ്പിൽ കേസ് നോക്കട്ടെ. ഹലോ ബ്രോ, ഞാൻ വോയിസ് കേൾക്കുതാ? ഒരു റെസ്പോണ്ട് കൂടി ഇല്ലേ? ഹലോ ഹലോ, யாராவது இங்க இருக்கீங்களா? ஹாய் ப்ரோ. ഹാപ്പി ദീപാവലി. എപ്പടി പോകുന്നു ബ്രോ? തമിഴ്നാട്ടില് ദീപാവലി ഇല്ല? நீங்க தமிழ்நாட்டுல இருந்து ஊரு? பெங்களூர். நான் கேரளா. தமிழ் கொஞ்சம் கொஞ்சம் தெரியும் ப்ரோ, அவ்வளோ அளவுக்கு தெரியாது. அது അതെ അതെ
മലയാളം നല്ല പേசுற നീങ്ക എന്നാലും പറഞ്ഞല്ല ഇനി വരുമ്പോ വിളിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടൈം വരുമ്പോ കോണ്ടാക്ട് പണ്ണു. പേര് പാശു. ആ സീറ്റ് കഴിച്ചു. எப்படி போகுது தமிழ்நாட்டுல தீபாவளி எல்லாம்? தமிழ் கொஞ்சம் கொஞ்சம் புரியும். அதேதான். பாச்சு. അതെ. പച്ചു മീനിങ് നല്ല പയ്യൻ. அப்படி மீனிங் எதுவும் இல்ல. கேரளாவில் அது வந்து ஒரு காமன் நேம் தான். ഈ സ്ഥലത്തിലെ എല്ലാ ആൾക്കാരും തമിഴ് ആൾക്കാർ മനസ്സിലായോ? ഇവിടെ വന്ന് മലയാളത്തിൽ സംസാരിച്ച എന്ത് കാര്യം எல்லாரும் வாங்கோ. இருக்கேன். എങ്ക വരണം? നമ്പർ ഗൈസ്, നമുക്കിനി മലയാളം ഗ്രൂപ്പ് കിട്ടുമോ നോക്കിയാലോ. മലയാളം ഗ്രൂപ്പ് വോയിസ് ഉണ്ടെങ്കിൽ പാച്ച് കയറി വരാം. നമ്പർ. ഹലോ, കേക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ പേര് ബാച്ചു. ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കണം. താൻ കഴിച്ചോ? ആ, വൈബില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ ഗ്രൂപ്പിൽ. നമുക്ക് വേറെ ഗ്രൂപ്പിൽ പോയാലോ. പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. കേറി നോക്കിയാലോ. ഓക്കെ നോക്കാം. നന്നായിട്ട് പാടുന്നില്ലേ ആ കുട്ടി? എല്ലാരും മ്യൂട്ടറക്ക്. ഗ്രൂപ്പിൽ കയറി എന്തു പറഞ്ഞാലും നീ എന്നെ കല്യാണാതെ നിന്ന് പിണങ്ങാതെ
കൂടെ പോരും പൂവേ. നൈസ്, അടിപൊളിയായിട്ടുണ്ട്. പാട്ട് പാടും ചവിട്ടുന്നാണോ അല്ലൊരു മൺകുട്ടിനോട് പാടാൻ പറ മൺകാരനോട് പാടാൻ ചുള്ളിക്കറങ്ങി വരാറുണ്ട് ഓരോരുത്തരും പാടി പാടി മൺകുട്ടിനോട് പാടാൻ പറയും എന്നാലേ പാടുള്ളൂ. പാടക്കാറ്റ് വിതച്ചും നീ എന്റെ കൂടെ ചേർന്ന് കളിക്കില്ലെന്നറിയാം. അടുത്തതാണ് പാച്ചു പാടും പാച്ചു എനിക്കറിയില്ല, പാച്ചു പാടും പാച്ചു എനിക്ക് പാടാനറിയില്ല, പാട്ട് പറഞ്ഞാ പറ്റൂല. എനിക്കറിയില്ല. രണ്ടുപേരെങ്കിലും ഇവിടെ പാടണം. അതെ അതെ രണ്ടുപേരി എനിക്കറിയില്ല. ഇവിടെ എല്ലാരും പാട്ട് അറിഞ്ഞിട്ടാണോ പാടുന്നത്? എനിക്ക് പേടിയാ പാട്ട് പാടാൻ. പാടാൻ ഇല്ല സാരല്ല, ഞങ്ങളൊക്കെ മ്യൂട്ട് അടിച്ചിരുന്നോളാം, പാടിക്കോ. വേണ്ട, ഞങ്ങളതൊക്കെ തല്ലാൻ വരില്ലല്ലോ. പാടോ? ഒന്നാസാണെങ്കിൽ ആ കഴിക്കുന്നത് ഈ പാട്ടനുസരിച്ചാണ് അവള് കഴിക്കുന്നത്. ഒന്നാമത് കഴിച്ചോണ്ടൊക്കെ ഇരിക്കാ, ഞാൻ പാട്ട് പാടിയിട്ട് ഇനി തൊണ്ടയിലും കാണാൻ കൊടുങ്ങണോ? ആകെ സീനാണ്. കഴിക്കുന്നതിനൊരു മ്യൂസിക് വേണം അല്ലേ മുന്തോ? അപ്പൊ ഈ പാടുന്നവരുടെ പാട്ടനുസരിച്ചാണ് അവള് കഴിക്കുക. അതാ പറഞ്ഞേ. അങ്ങോട്ട് മഴയുണ്ടോ? ഇവിടെ പാടിനോ? പാടിക്കോ. പാട്ടൊക്കെ പാടാൻ പറയാ. കണ്ടോ, ഇതാണ് ഈ ഗ്രൂപ്പിന്റെ അവസ്ഥ. നമ്മൾ ഇതിന്റെ അകത്ത് പഠിയാതെ അതെന്നാ ആർക്കുള്ള പാട്ടറിയില്ലേ? പാച്ചു പാടി പാച്ചു തുടങ്ങി മോളെ നീപ്പിച്ച് തുടങ്ങി. പാട്ട് പാടാന്നൊക്കെ പറയാം. എനിക്ക് പക്ഷെ പാടാൻ അറിയാമോ? നമ്മള് പാടി തുടങ്ങി കഴിഞ്ഞാൽ ഇവര് ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ പുറത്താക്കുക എന്നുള്ള കാര്യം നമുക്കില്ല. അപ്പൊ ഇതാണ് ഈ ഗ്രൂപ്പിന്റെ ഒരു ഏകദേശം പരിപാടി. നമുക്ക് ഇതിൽ ആൾക്കാരുമായിട്ട് നല്ലപോലെ മിങ്കിളായി ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം. ഓക്കെ അല്ലേ? കൊള്ളാം, സംഭവം കൊള്ളാം. ബോറടിപ്പിക്കാൻ നിങ്ങൾക്ക് പാട്ട് പാടിയൊക്കെ ഇവിടെ കഴിച്ച് പോയോ? പാച്ചു പാടാൻ പറഞ്ഞിട്ട് പാച്ചിനോട് പാടാൻ പറഞ്ഞ് വെച്ചിട്ട് നോട്ടടിച്ചിരിക്കാൻ തോന്നി. ചെറിയ ക്രിഞ്ചില്ല. പാട്ട് പാടാൻ കുറെ നിർബന്ധിച്ചപ്പോഴത്തേന് പിന്നെ ആയിരുന്നു നോക്കില്ല. ആ ഗ്രൂപ്പിൽ നിന്ന് ഒറ്റ ഓടിക്കൊടുത്ത്. പിന്നെന്താ, ഇതാണ് ഈ ആപ്പ്. ഈ ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും കൊച്ചു കുട്ടികൾ ഇത് ഉപയോഗിക്കാതിരിക്കുക. 18 വയസ്സിന് മുകളിലോട്ടുള്ളവർ മാത്രം. ഇതൊരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമായിട്ട് എടുക്കുക, മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ നല്ലൊരു ആപ്പാണ്. നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള ബോറടിക്കുന്ന ടൈമിൽ ഈ ആപ്പ് നല്ല യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. എന്താണ്, ഇനി അടുത്തൊരു വീഡിയോയിൽ വേറെ വിശേഷങ്ങളുമായിട്ട് വരാം. ടാറ്റാ.